പരിശുദ്ധതയുടെ പറുദീസ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, നമ്മളിന്ന് പ്രത്യേകമായിട്ട് കാണുന്ന വിശുദ്ധ ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധയായിരുന്ന വിശുദ്ധ അൽഫോൻസായുടെ ജീവിതമാണ്. അൽഫോൻസാമ എന്ന പേരിലാണ് നമുക്കേവർക്കും സുപരിചിതയായി അറിയപ്പെടുന്നത്. 1910 ഓഗസ്റ്റ് മാസം 19 ചങ്ങനാശ്ശേരിക്കടുത്ത് അർപ്പൂക്കരയിൽ കുടമാളൂരിലെ മുട്ടത്തുപാടത്താണ് അൽഫോൻസാമ അന്നക്കുട്ടി ജനിക്കുന്നത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ ജീവിതത്തിലെ വലിയ നൊമ്പരത്തിൻ്റെ അനുഭവത്തിലൂടെ അന്നക്കുട്ടി കടന്നു പോവുകയാണ്. തനിക്ക് 3 മാസം മാത്രം പ്രായമുള്ളപ്പോൾ അന്നക്കുട്ടിയുടെ വത്സല മാതാവ് ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാവിനെ നഷ്ടപ്പെട്ട അന്നക്കുട്ടിയെ വളരെ സ്നേഹപൂർവ്വം വളർത്തിക്കൊണ്ടുവരാനായിട്ട് കുടുംബാംഗങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അന്നക്കുട്ടിയുടെ അമ്മയുടെ അനിയത്തിയുടെ അടുത്തേക്ക് അന്നക്കുട്ടിയെ അയക്കുകയാണ്. അങ്ങനെ മുട്ടത്തുപാടത്തു നിന്ന് മുരിക്കൻ വീട്ടിലേക്ക് അന്നക്കുട്ടി അയക്കപ്പെടുകയാണ്. അവിടെ തൻ്റെ അമ്മായിയോടൊപ്പം വളരെ പ്രാർത്ഥനാ ചൈതന്യത്തിൽ അന്നക്കുട്ടി വളർന്നു വരികയാണ്. അന്നക്കുട്ടിയെ അവിടെയുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടവും സ്നേഹവുമായിരുന്നു. കാരണം അമ്മയില്ലാത്ത ഈ കുഞ്ഞിന് യാതൊരു കുറവും ഉണ്ടാകരുത് എന്ന് വീട്ടുകാർക്കെല്ലാവർക്കും ഒരു നിർബന്ധമുണ്ടായിരുന്നു. അമ്മായി അന്നക്കുട്ടിയെ ഒരു റാണിയെ പോലെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. ആവശ്യാനുസരണം ആഭരണങ്ങളും നല്ല വസ്ത്രങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് എൻ്റെ കുഞ്ഞെപ്പോഴും മഹാറാണിയായിട്ടിരിക്കണം, രാജകുമാരിയായിട്ടിരിക്കണമെന്ന് അന്നക്കുട്ടിയുടെ അമ്മായി പറയുമായിരുന്നു. പക്ഷേ അന്നക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൻ്റെ സന്തോഷത്തേക്കാൾ, ഈ ലോകത്തിൻ്റെ സ്നേഹത്തേക്കാൾ, ഈ ലോകം നൽകുന്ന ആഡംബരത്തേക്കാൾ, ഈ ലോകത്തിൻ്റെ അലങ്കാര വസ്തുക്കളേക്കാൾ അന്നക്കുട്ടിക്ക് ഇഷ്ടം ക്രൂശിൽ തൂങ്ങി ഈ മാനവരാശിയുടെ രക്ഷയ്ക്കു വേണ്ടി ജീവൻ ത്യജിച്ച മിശിഹായോടുള്ള ആത്മബന്ധവും മിശിഹായുടെ സ്നേഹവും തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ ബാല്യത്തിൽ പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്ന അന്നക്കുട്ടി സ്കൂൾ പഠനം നന്നായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്നക്കുട്ടിക്കൊരു ദർശനമുണ്ടാവുകയാണ്. ലിസ്യുവിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യ ഈശോയുടെ ചെറുപുഷ്പത്തിൻ്റെ ദർശനം അന്നക്കുട്ടിക്ക് ഉണ്ടാകുന്നു. അങ്ങനെ അന്നക്കുട്ടി തൻ്റെ ജീവിതത്തെ സന്യാസോചിതമായിട്ട് ക്രമീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അന്നക്കുട്ടിക്ക് ഏകദേശം 12 വയസ്സ് കഴിയുമ്പോൾ വീട്ടിൽ വിവാഹ ആലോചനകൾ നടക്കുന്നുണ്ട്. അന്നക്കുട്ടിക്ക് ഏകദേശം പ്രായപൂർത്തിയാകുന്ന സമയത്ത് വീട്ടിൽ വിവാഹ ആലോചനകൾ നടക്കുകയാണ്. അന്നക്കുട്ടി തൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ തൻ്റെ ആഗ്രഹം പറഞ്ഞു, എനിക്ക് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായാൽ മതി, എനിക്ക് വിവാഹ ജീവിതത്തോട് താല്പര്യമില്ല. പക്ഷേ അന്നക്കുട്ടിയുടെ അമ്മായിയെ സംബന്ധിച്ചിടത്തോളം അന്നക്കുട്ടിയുടെ അമ്മായിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു മഹാറാണിയെപ്പോലെ, രാജകുമാരിയെപ്പോലെ തൻ്റെ മകൾ ഉടുത്തൊരുങ്ങി നല്ലൊരു കുടുംബജീവിതത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ആലോചനകൾ വരികയാണ്. അന്നക്കുട്ടി പറയുന്നത് വീട്ടുകാർ കേൾക്കുന്നില്ല. അന്നക്കുട്ടിയുടെ ഇഷ്ടത്തിനപ്പുറം വീട്ടുകാരുടെ ഇഷ്ടമായ വിവാഹ ആലോചനയിലേക്ക് വീട്ടുകാർ വളരെ ശക്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു ദിവസം അന്നക്കുട്ടി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ യേശുവിനെ സ്നേഹിക്കുവാൻ എനിക്കെതിരായിട്ട് നിൽക്കുന്നത് എൻ്റെ ഈ ശാരീരിക സൗന്ദര്യമാണ്. ആരെയും മോഹിപ്പിക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന ഈ സൗന്ദര്യമാണ് ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനായിട്ട് പോകുന്നത്. അല്ലെ, ഈ ലോകത്തിൻ്റെ സ്നേഹത്തിൽ എന്നെ കെട്ടിയിടാനായിട്ട് പോകുന്നത് എൻ്റെ ഈ സൗന്ദര്യമാണ്. ഇക്കാരണത്താൽ
അന്നക്കുട്ടി ചിന്തിക്കുകയാണ്, എങ്ങനെ ഈ വിവാഹ ജീവിതത്തിൽ നിന്ന്, ഈ വിവാഹാലോചനയിൽ നിന്ന് രക്ഷപ്പെടാം. പെട്ടെന്ന് ക്രൂശിതനായ യേശുവിൻ്റെ ക്രൂശിത രൂപത്തിനു മുൻപിൽ മുട്ടുകുത്തി മണിക്കൂറുകളോളം കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അന്നക്കുട്ടി തമ്പുരാനോട് തന്നെ പറയുകയാണ്, തന്നെ സഹായിക്കണം. നിൻ്റെ മണവാട്ടിയാകുവാനാണ് കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റാരുടെയും മണവാട്ടിയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിന്നെ വേണം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിൻ്റെ സ്നേഹം വല്ലാതെ അലയടിക്കുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നോടുള്ള സ്നേഹം വല്ലാണ്ട് ജ്വലിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും എന്നെ നിനക്ക് തരാനായിട്ട്, പൂർണ്ണമായിട്ടും നിനക്ക് വേണ്ടി എന്നെ വിട്ടുതരാനായിട്ട് എനിക്ക് പറ്റുന്നില്ല കർത്താവേ, നീ എന്നെ സഹായിക്കണം. അങ്ങനെ പല രാത്രികളിലും ഉറക്കമൊഴിച്ച് തമ്പുരാൻ്റെ ക്രൂശിത രൂപത്തിന് മുൻപിൽ ഒരു കുരിശും പിടിച്ചുകൊണ്ട് അന്നക്കുട്ടി നെഞ്ചുരുകി കരയുമായിരുന്നു. അന്നക്കുട്ടി നെഞ്ചുരുകി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു രാത്രിയിൽ അന്നക്കുട്ടി തീരുമാനിക്കുകയാണ്, തൻ്റെ സൗന്ദര്യം നിറഞ്ഞ ഈ മേനി എന്തെങ്കിലുമൊക്കെ കൈക്രിയകൾ കൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അന്നക്കുട്ടി ചിന്തിക്കുകയാണ്, എങ്ങനെയെങ്കിലും തൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തണം. വിവാഹാലോചന അതിനാൽ മുടക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അന്നക്കുട്ടി രാത്രിയിൽ പുറത്തേക്കിറങ്ങുകയാണ്. അവിടെ നെല്ല് കുത്തിയതിന് ശേഷം ഉമി തീയിലിട്ട് കത്തിക്കുന്നുണ്ടായിരുന്നു. കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമിത്തീയിലേക്ക് അന്നക്കുട്ടി ഇറങ്ങുകയാണ്. പെട്ടെന്ന് അമ്മേ എന്നൊരു അലർച്ചയും വിളിയും കരച്ചിലും കേട്ടുകൊണ്ടാണ് മുരിക്കൻ വീട്ടിലെ എല്ലാവരും ഞെട്ടിയുണരുന്നത്. അവർ നോക്കുമ്പോൾ അന്നക്കുട്ടി ഈ ഉമിത്തീയിൽ പൊള്ളലേൽക്കുകയാണ്. കാലിൻ്റെ 2 പാദങ്ങളും മുട്ടുവരെയും പൊള്ളി. അങ്ങനെ വിവാഹാലോചന മുടങ്ങുകയും അന്നക്കുട്ടി ഏറെ നാൾ ഈ പൊള്ളലിൽ നിന്നേറ്റ മുറിവിനാൽ ബുദ്ധിമുട്ടുകയും ചെയ്തു. അങ്ങനെ അവസാനം അന്നക്കുട്ടിയുടെ വത്സല പിതാവ് വരികയും അന്നക്കുട്ടിയുടെ അമ്മായിയോട് സംസാരിക്കുകയും അന്നക്കുട്ടിയുടെ ഇടവക വികാരിയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം ഇവരൊരു തീരുമാനത്തിലെത്തുകയാണ്, അന്നക്കുട്ടിയുടെ ആഗ്രഹം പോലെ അന്നക്കുട്ടിയെ നമുക്ക് മഠത്തിലേക്ക് അയക്കാം. യഥാർത്ഥമായ ഒരു ദൈവവിളിയാണ് അന്നക്കുട്ടിക്കുള്ളത്. അല്ലെങ്കിൽ ക്രിസ്തു സ്നേഹത്തെ പ്രതി, ക്രിസ്തുവിന് തന്നെ സമർപ്പിക്കുന്നതിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്നതിന് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം സഹിക്കുവാനായിട്ട് അന്നക്കുട്ടി തയ്യാറാവുകയില്ല. അങ്ങനെ ഈ ത്യാഗം സഹിച്ച് ക്രിസ്തുവിനെ സ്നേഹിക്കുവാനുള്ള അന്നക്കുട്ടിയുടെ ആഗ്രഹവും മനോഭാവവും കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അന്നക്കുട്ടിയുടെ ആഗ്രഹത്തിന് വീട്ടുകാർ വഴങ്ങുകയാണ്. ആയിരത്തി 1928 അന്നക്കുട്ടി ക്ലാരിസ്റ്റ് സന്യാസിനി സമൂഹത്തിൽ പ്രവേശിച്ചു. സന്യാസ ജീവിതത്തിൻ്റെ ആരംഭദശയിൽ വളരെ സന്തോഷപ്രദമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയെങ്കിലും പിന്നീട് അന്നക്കുട്ടിയുടെ ജീവിതത്തെ വല്ലാണ്ട് ഉലയ്ക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അന്നക്കുട്ടിയുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അന്നക്കുട്ടിയുടെ സന്യാസ ജീവിതത്തിൻ്റെ പ്രാരംഭദശയിൽ തന്നെ അന്നക്കുട്ടിക്ക് തൻ്റെ പ്രിയപ്പെട്ട അമ്മായിയെ നഷ്ടപ്പെടുകയാണ്. നഷ്ടപ്പെട്ടു പോയ അമ്മയ്ക്ക് പകരമായിട്ട് സ്വന്തം അമ്മയേക്കാൾ ഏറെ താൻ സ്നേഹിച്ച, സ്വന്തം മകളേക്കാൾ ഏറെ തന്നെ സ്നേഹിച്ച തൻ്റെ പ്രിയപ്പെട്ട വത്സല മാതാവ്, വളർത്തമ്മ അന്നക്കുട്ടിക്ക് നഷ്ടമാകുന്നുണ്ട്. ഈ ത്യാഗത്തിൻ്റെയും വേദനയുടെയും ഒക്കെ നിമിഷങ്ങളിലും അന്നക്കുട്ടി ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ക്ലാരിസ്റ്റ് സന്യാസിനി സമൂഹത്തിൽ അന്നക്കുട്ടി തൻ്റെ ജീവിതം ത്യാഗോജ്വലമായിട്ട്, പ്രാർത്ഥനാ നിർഭരമായിട്ട്, ആത്മീയ ഉണർവിൽ മുന്നോട്ട് നയിക്കുന്നു. 1936 അന്നക്കുട്ടി നിത്യവ്രതം സ്വീകരിച്ചു. തന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിക്കുകയാണ്. എന്നാൽ രക്തസ്രാവവും ഇടയ്ക്കുണ്ടാകുന്ന പനിയും മറ്റാരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ അന്നക്കുട്ടിയുടെ ജീവിതത്തെ വല്ലാതെ വേദനിപ്പിക്കുകയും വല്ലാതെ ദുരിതപൂർണമാക്കുകയും ചെയ്തിരുന്നു. ഈ വേദനയുടെയും പ്രയാസത്തിൻ്റെയും രോഗത്തിൻ്റെയും നടുവിലും അന്നക്കുട്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും തൻ്റെ ത്യാഗത്തെ, തൻ്റെ സഹനത്തെ ഈ ലോകത്തിനു വേണ്ടി കാഴ്ചവെക്കുവാനും ലോകത്തിൻ്റെ നന്മയ്ക്കും ലോകത്തിൻ്റെ അനുഗ്രഹത്തിനും വേണ്ടി മാറ്റിവെക്കുവാനുമായിട്ട് പരിശ്രമിച്ചു. ഈ സഹനത്തിൻ്റെ നടുവിലും അന്നക്കുട്ടി കുറച്ച് നാൾ അധ്യാപന വൃത്തി ചെയ്യുന്നുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് പ്രിയപ്പെട്ട അധ്യാപികയായിട്ടും അന്നക്കുട്ടി മാറുന്നു.
അവളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതനുസരിച്ച് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക്, കൂടുതൽ ശാരീരികമായിട്ടുള്ള രോഗങ്ങളിലേക്ക്, ആത്മീയമായിട്ടുള്ള സംഘർഷങ്ങളിലേക്ക് ഒക്കെ കടന്നു പോകുന്നുണ്ട്. അവിടെയൊക്കെ അന്നക്കുട്ടി വളരെ വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ തമ്പുരാൻ്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കാനായിട്ട് പരിശ്രമിക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധിയുടെയും രോഗത്തിൻ്റെയും നടുവിൽ പല ആവർത്തി പ്രിയപ്പെട്ടവരിൽ നിന്നും അതോടൊപ്പം തൻ്റെ കൂടെയായിരിക്കുന്ന സന്യാസിനിമാരിൽ നിന്നുമൊക്കെ ഒരുപാട് കുത്തുവാക്കുകളും വേദനിപ്പിക്കുന്ന പ്രവൃത്തികളും തെറ്റിദ്ധാരണകളും ഒക്കെ അന്നക്കുട്ടി ഏറ്റുവാങ്ങുന്നുണ്ട്. പക്ഷേ എന്നാലും സന്യാസ ജീവിതത്തിലൂടെ തന്നെ അന്നക്കുട്ടി അൽഫോൻസയായിട്ട് പാകപ്പെടുത്തിയിരുന്നു. ക്രിസ്തുവിൻ്റെ കുരിശിൽ മാത്രം ആശ്രയം കണ്ടെത്തിക്കൊണ്ട്, ക്രിസ്തുവിൻ്റെ കുരിശിനോട് തൻ്റെ ജീവിതത്തിൻ്റെ കുരിശിനെ ചേർത്ത് വെച്ചുകൊണ്ട് അന്നക്കുട്ടി എന്ന അൽഫോൻസ തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. രോഗത്തിൻ്റെ വല്ലാത്ത പ്രതിസന്ധി അന്നക്കുട്ടിയെ വേദനിപ്പിക്കുന്നു, ക്ഷീണിപ്പിക്കുന്നു. ഈ രോഗത്തിൻ്റെയും വേദനയും നടുവിൽ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഈശോയെ ഞാൻ പൂർണ്ണമായും നിൻ്റേതാകുന്നു എന്നുള്ള പ്രാർത്ഥനാ മഞ്ജരികളിലൂടെ, എന്നുള്ള സുഹൃത ജപങ്ങളിലൂടെ തന്നെ യേശുവിന് വിട്ടുകൊടുത്തുകൊണ്ട് ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ അഭയം കണ്ടെത്തി ആശ്വാസം കണ്ടെത്താനായിട്ട് അന്നക്കുട്ടി പരിശ്രമിച്ചു. അങ്ങനെ ഏറെ ദിവസത്തെ വേദനകളുടെയും രോഗത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ഒക്കെ ആ കൊച്ചു ജീവിതം 1946 തൻ്റെ 36-ാം വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദനയുടെയും പ്രയാസത്തിൻ്റെയും നടുവിൽ വിശ്വാസ ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന, വിശ്വാസം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥലത്ത്, ഒരിടത്ത്, ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന വിശുദ്ധ അൽഫോൻസായുടെ ജീവിതം, അത് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ജീവിതമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും, തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും, തൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നാലും പ്രതിബന്ധങ്ങൾ വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും ആഴവും പരപ്പും വീതിയും തിരിച്ചറിഞ്ഞ ഞാൻ ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകില്ല എന്ന് വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മനോഭാവമായിരുന്നു വിശുദ്ധ അൽഫോൻസാമ്മയെ നയിച്ചത്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുന്നില്ല, അഴിയുന്നുവെങ്കിൽ അത് ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു. അന്നക്കുട്ടിയുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച, വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുത്ത വചനഭാഗം ഇതായിരുന്നു: ക്രിസ്തുവിന് വേണ്ടി സഹിക്കുവാൻ തയ്യാറായാൽ, ക്രിസ്തുവിന് വേണ്ടി മുറിയപ്പെടുവാൻ തയ്യാറായാൽ, ക്രിസ്തുവിന് വേണ്ടി സ്വയം ഇല്ലാതാകുവാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് സാധിച്ചാൽ സന്യാസ ജീവിതം ശ്രേഷ്ഠവും അനുഗ്രഹീതവുമാകും. സന്യാസ ജീവിതം ശ്രേഷ്ഠവും അനുഗ്രഹീതവുമായാൽ അത് മറ്റുള്ളവർക്ക് വലിയ ആശ്വാസവും ഉപകാരപ്രദവുമായിത്തീരും. തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളുടെയും രോഗത്തിൻ്റെയും നടുവിലും അന്നക്കുട്ടി തന്നെ ആശ്വസിപ്പിക്കാനല്ല, തൻ്റെ വീട്ടുകാരെ ആശ്വസിപ്പിക്കാനല്ല പരിശ്രമിച്ചത്. അവൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. അവൾ പ്രാർത്ഥിക്കുന്നത് സഭയ്ക്ക് വേണ്ടിയാണ്, സമൂഹത്തിന് വേണ്ടിയാണ്, ലോകത്തിന് വേണ്ടിയാണ്, ഈ ലോകത്തിൽ കഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടിയാണ്. അങ്ങനെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച് അനേകരുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതിന്, അനേകരുടെ ജീവിതത്തെ ദൈവാനുഗ്രഹപ്രദമാക്കുന്നതിന് തൻ്റെ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് അന്നക്കുട്ടിക്ക് സാധിക്കുകയാണ്. അന്നക്കുട്ടി വിശുദ്ധ അൽഫോൻസ ആകുന്നത് അവളുടെ ജീവിതത്തിൻ്റെ ത്യാഗത്തിൻ്റെയും വേദനയുടെയും ഫലങ്ങൾ കൊണ്ടാണ്. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്: ഈ ലോകത്ത് നമുക്ക് സമ്പാദിക്കുവാൻ സാധിക്കുന്നിടത്തോളം സമ്പത്തുണ്ടായാൽ, നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നിടത്തോളം സൗഹൃദങ്ങളുണ്ടായാൽ, നമുക്ക് ആർജിക്കുവാൻ സാധിക്കുന്നിടത്തോളം പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടായാൽ നമ്മുടെ ജീവിതം അനുഗ്രഹീതമായിരിക്കും, നമ്മുടെ ജീവിതം സന്തോഷപ്രദമായിരിക്കും, നമുക്ക് മറ്റുള്ളവർക്ക് ഒരുപാട് നന്മ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന്. പക്ഷേ വിശുദ്ധ അൽഫോൻസാമ്മ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമെന്നത് ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളും, ഈ ലോകത്തിൻ്റെ മോഹങ്ങളും, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളും ഒക്കെ വളരെ നൈമിഷികമാണ്.
അത് ഈ ലോകത്ത് തന്നെ തീരുന്നതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ച് ഈ കാലഘട്ടത്തോട് നമ്മൾ യാത്ര പറയുമ്പോൾ, ഈ ഭൂമിയോട് യാത്ര പറയുമ്പോൾ, ഈ ലോകത്തിൻ്റേതായിട്ടുള്ള എല്ലാം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് നമ്മൾ തിരികെ പോകുന്നു. എന്നാൽ നമുക്ക് നിത്യമായ നിക്ഷേപം ഉണ്ടാക്കി തരുന്നത്, സ്വർഗത്തിൽ തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് മുഖപ്രസന്നത നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ടിട്ടുള്ള ത്യാഗവും സങ്കടവും രോഗവും പ്രയാസവും സഹനവുമൊക്കെയാണ്. ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ തരത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ദൈവിക നന്മകൾ പ്രദാനം ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സഹിക്കണം. പ്രതിസന്ധികളും വേദനയും രോഗവും പ്രയാസവുമൊക്കെ ബുദ്ധിമുട്ടുകൾ കൂടാതെ സ്വജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഈ വലിയൊരു സത്യം, ഈ യാഥാർത്ഥ്യം ഇതാണ്. കട്ടിലിൽ കിടന്നുകൊണ്ട് രോഗക്കിടക്കയിൽ പരാതികൾ പറയാതെ അൽഫോൻസാമ്മ സംസാരിക്കുന്നത് യേശുവിനോടാണ്. കുത്തുവാക്കുകൾ കേൾക്കുമ്പോഴും അൽഫോൻസാമ്മ സംസാരിക്കുന്നത് യേശുവിനോടാണ്. യേശുവേ, ഭൂമിയിൽ കട്ടിലിൽ കിടക്കുന്ന ഈ രോഗം എനിക്ക് വേദന തരുന്നുണ്ട്, പക്ഷേ സ്വർഗത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഇതെനിക്ക് നിക്ഷേപമാണ്. എൻ്റെ വേദനയും എൻ്റെ രോഗവും ഈ ഭൂമിയിൽ കുറവാണെങ്കിൽ സ്വർഗത്തിൽ അതെനിക്ക് നിക്ഷേപമാണ്. നിൻ്റെ സന്നിധിയിൽ എനിക്ക് മുഖപ്രസന്നത നൽകുന്ന, അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറന്നിടുന്ന ദൈവകൃപയുടെ ഉറവിടങ്ങളാണ് എൻ്റെ രോഗം. ദൈവകൃപയുടെ ഉറവിടമാണ് എൻ്റെ കണ്ണീര്. ദൈവകൃപയുടെ ഉറവിടമാണ് എൻ്റെ തകരുന്ന തളരുന്ന ശരീരം എന്ന് വിശുദ്ധ അൽഫോൻസാമ്മ പറയുന്നു. അങ്ങനെ തൻ്റെ ജീവിതത്തെ വിശുദ്ധിയിൽ പ്രതിഷ്ഠിച്ച വിശുദ്ധ അൽഫോൻസാമ്മ 1946 ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി. വളരെ ചുരുക്കം പേർ മാത്രമാണ് അൽഫോൻസാമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ചത്. എന്നാൽ അന്ന് ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിച്ച റൊമൂളുസ് അച്ഛൻ പറയുകയുണ്ടായി, ഇന്ന് അധികം ആരാലും അറിയപ്പെടാതെ 6 അടി മണ്ണിൻ്റെ തണുപ്പിലേക്ക് അന്തി ഉറങ്ങുന്ന ഈ കന്യകയുടെ കുഴിമാടത്തിൽ നാളെ ലോകം വരും. അനേകർ ഈ കുഴിമാടത്തിൽ വന്ന് പ്രാർത്ഥിക്കും. ലോകം അറിയപ്പെടുന്ന വിശുദ്ധയായിട്ട് ഇവൾ മാറും. 1946 റൊമൂളസ് അച്ഛൻ പറഞ്ഞ ഈ വാക്കുകൾ അത് കാലത്തിന് അനുയോജ്യമായ കാലഘട്ടത്തിൻ്റെ പ്രവാചക ശബ്ദമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 1986 വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ അൽഫോൻസായെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷം 2008 ഒക്ടോബർ മാസം 12 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അൽഫോൻസായെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ഇന്നും അനേകർ ഭരണങ്ങാനത്ത് ആ കുഴിമാടത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നുണ്ട്. കബറടക്കപ്പെട്ട അൽഫോൻസാമ്മയുടെ കുഴിമാടത്തിൽ പോയി കുഞ്ഞുങ്ങളാണ് ആദ്യം പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത്. കുഞ്ഞുങ്ങൾ അമ്മയോട് പറഞ്ഞത് മുഴുവൻ ദൈവത്തോട് അമ്മ പറഞ്ഞു. കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങൾ, കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനകൾ, കുഞ്ഞുങ്ങളുടെ നിയോഗങ്ങൾ അൽഫോൻസാമ്മ ഏറ്റെടുത്ത് അത് ദൈവസന്നിധിയിലെത്തിച്ചു. അങ്ങനെ ആ കുഞ്ഞുങ്ങളിൽ ഒരുപാട് പേർക്ക് അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ സ്വീകരിക്കാനായി സാധിച്ചു. അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ആരംഭിച്ച വിശുദ്ധ അൽഫോൻസാമ്മയോടുള്ള മാധ്യസ്ഥ പ്രാർത്ഥന പിന്നീട് അത് മുതിർന്നവരിലേക്കും സഭയാകമാനം വ്യാപിക്കുക ഉണ്ടായി. അവിടെ നിന്ന് ഇന്ന് ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധയായിട്ട് ലോകത്ത് പരസ്യ വണക്കത്തിന് സഭ നാമകരണം ചെയ്ത വിശുദ്ധയായിട്ട് വിശുദ്ധ അൽഫോൻസാമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുമ്പോൾ തിരിഞ്ഞൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാവുന്ന ഒരു കാര്യമുണ്ട്. വലിയ ഡിഗ്രികളൊന്നുമില്ല, എണ്ണിപ്പറയുന്ന വലിയ നേട്ടങ്ങളോ നന്മകളോ ഒന്നും നമ്മൾ കാണുന്നില്ല. ഈ ലോകത്തിൻ്റെ ശ്രേഷ്ഠതകൾ കാണുന്നില്ല, പേരോ പ്രശസ്തിയോ ഒന്നും നമ്മൾ കാണുന്നില്ല. 36 വയസ്സ് വരെ മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച ഒരു പാവം കന്യാസ്ത്രീ. അത് ജീവിച്ച കാലം അത്രയും രോഗവും വേദനയും പ്രയാസവും കൊണ്ട് മുറിക്ക് പുറത്തുപോലും ഇറങ്ങുവാൻ സാധിക്കാത്ത ഒരു പാവം കന്യാസ്ത്രീ. സമ്പത്തിൻ്റെ മേന്മയോ കുടുംബമഹിമയോ കുലമഹിമയോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത ക്രിസ്തുവിൻ്റെ ഒരു പാവം മണവാട്ടി. എന്നാൽ അവൾ അൾത്താരയിലേക്ക് ഉയർത്തപ്പെട്ടത്
അവളുടെ ഭൗമിക സമ്പത്ത് കൊണ്ടല്ല. അവൾ അൾത്താരയിലേക്ക് ഉയർത്തപ്പെട്ടത് അനേകർക്ക് അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറക്കുന്ന മധ്യസ്ഥയായിട്ട്, വിശുദ്ധയായിട്ട് വിശുദ്ധ അൽഫോൻസാമ മാറിയത് അവളുടെ പഠനത്തിൻ്റെ മികവ് കൊണ്ടോ, അവളുടെ സൗന്ദര്യത്തിൻ്റെ ശാലീനത കൊണ്ടോ, അവളുടെ പേരിൻ്റെ നന്മ കൊണ്ടോ ഒന്നുമല്ല. മറിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി ഞാൻ സഹിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി ഞാൻ സഹിക്കുന്നു, എനിക്ക് വേണ്ടി സഹിച്ച ക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും സ്നേഹിക്കാനായിട്ട് ഞാൻ സഹിക്കുന്നു എന്നുള്ള ഈ വാക്കുകളാണ് വിശുദ്ധ അൽഫോൻസാമയെ അനേകർക്ക് അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറന്നിടുന്ന കൊച്ചു ജീവിതമാക്കി മാറ്റിയത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയും ജീവിതം അത് അനുഗ്രഹത്തിൻ്റെ വഴികൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ദൈവകൃപയുടെ ജീവിതമായി മാറട്ടെ. അതിന് വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് ഓടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ദൈവം അനുദിന ജീവിതത്തിൽ നമുക്കൊക്കെ നൽകുന്ന ചെറിയ ചെറിയ വേദനകളും കൊച്ചു കൊച്ചു സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അതിനെ ജീവിതത്തിലൊന്ന് ഏറ്റെടുത്താൽ മതി. അതിനെ ജീവിതത്തിലൊന്ന് മനസ്സിലാക്കി, ഈശോയെ ഞാൻ നിൻ്റെ കുരിശിൽ ആശ്രയിക്കുന്നു എന്ന് ഒന്ന് പറഞ്ഞാൽ മതി. ഈശോയെ ഈ വേദനയിലും നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നൊന്ന് പറഞ്ഞാൽ മതി. ഈശോയെ എൻ്റെ വേദന, എൻ്റെ സങ്കടം, എൻ്റെ രോഗം എൻ്റെ മകന് വേണ്ടി, എൻ്റെ മകൾക്ക് വേണ്ടി, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എൻ്റെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നുവെന്ന് ചങ്കിൽ തട്ടി ഒരു പ്രാർത്ഥനയായിട്ട് ഒന്ന് തമ്പുരാൻ്റെ സന്നിധിയിൽ അർപ്പിച്ചാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും വിശുദ്ധ അൽഫോൻസാമയെ പോലെ നമ്മുടെയൊക്കെ സഹന ജീവിതത്തിനും നമ്മുടെയൊക്കെ പ്രതിസന്ധികൾക്കും അർത്ഥമുണ്ടാകും. ഒന്നോർത്താൽ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ക്രിസ്തു ലോകത്തെ മുഴുവനും രക്ഷിക്കുന്നത് അവൻ്റെ ജനനം കൊണ്ടല്ല, മറിച്ച് അവൻ്റെ മരണം കൊണ്ടാണ്, അവൻ്റെ ത്യാഗജീവിതം കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ സാന്നിധ്യം അനേകർക്ക് അനുഗ്രഹമാകുന്നതിന്, നമ്മുടെ ഈ കൊച്ചു ജീവിതം അനേകർക്ക് നന്മയായി മാറുന്നതിന്, മറ്റുള്ളവർക്ക് ദൈവകൃപയുടെ വഴികൾ തുറക്കപ്പെടുന്ന ജീവിതമായി മാറുന്നതിന് നമുക്കും സഹിക്കാം, നമുക്കും കുരിശുകൾ ഏറ്റെടുക്കാം, നമുക്കും ക്രിസ്തുവിൻ്റെ പിന്നാലെ കുരിശുമായിട്ട് കാൽവരി കയറാം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.